ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി. അതിൻ്റെ ഹെഡ് സിലിണ്ടർ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. സിലിണ്ടർ ഡാമേജ് വന്നിട്ട് നമ്മളത് ചേഞ്ച് ചെയ്യണുണ്ട് കേട്ടോ. എൻ്റെ പഴയ സിലിണ്ടർ ഇതാണ്. അത്യാവശ്യം സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട്. സിലിണ്ടർ കിറ്റായിട്ടാണ് മാറുന്നത്. അപ്പോൾ അതിനകത്ത് പിസ്റ്റണ്, സിലിണ്ടർ, അതിൻ്റെ ഗ്യാസ്കറ്റ്, 1-2 ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതടക്കമാണ് നമ്മൾ ചേഞ്ച് ചെയ്യണേ. അപ്പോൾ പിസ്റ്റൻ്റെ റേറ്റ് പിസ്റ്റൺ സിലിണ്ടർ കിറ്റ് റേറ്റ് വന്നത് 4190 രൂപയാണ് ഐറ്റത്തിൻ്റെ കേട്ടോ. 3750 രൂപയായിരുന്നു. അതിൽ നിന്ന് കൂടിയേക്കണ ഇപ്പോൾ റേറ്റ്. 2-3 മാസം മുമ്പ് വരെ 3750 രൂപയ്ക്കായിരുന്നു. ഇപ്പോൾ 4190 രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരിക. പിന്നെ നമുക്ക് അതിൻ്റെ വാൽവ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വാൽവ് ലെയ്ത്തിൽ കൊടുത്തിട്ട് നമുക്ക് വാൽവ് മാറ്റി അതിൻ്റെ ഗൈഡും മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. വാൽവ് ഗൈഡ് എന്ന് പറയുന്നത് ഈ വന്ന യൂണിറ്റ്, അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഈ ഗൈഡിൻ്റെ ഉള്ളിൽ കൂടിയാണ് വാൽവ് വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത് ഇതിൻ്റെ ഈ ഹോൾ ചെറുതായിട്ട് ഓവലായേക്കണത് കൊണ്ട് നമ്മളതുകൂടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്തതാണ്. വാൽവ് കിറ്റ് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 595 രൂപയാണ് വാൽവ് കിറ്റിന് വരിക. പിന്നെ ലേറ്റിലെ എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അഡീഷണൽ വേറെ ബില്ല് തരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാൽവ് കിറ്റ് അടക്കം മാറ്റിയിട്ട് ഗൈഡ് അടക്കം മാറ്റിയിട്ടുള്ള ചാർജാണ് അതിൻ്റെ തന്നെ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗ്, അതേപോലെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ്, അതിൻ്റെ മൗണ്ട് റബ്ബർ, ഓറിങ് ഐറ്റംസൊക്കെ വരും ചേഞ്ച് ചെയ്യാനായിട്ട്. പിന്നെ സൈലൻസറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കരിയുടേതായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പോൾ സൈലൻസർ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കിയതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഈ ഓയിൽ തന്നെ ഒഴിക്കുമ്പോൾ അതിൽ നല്ലത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഫ്രഷ് ആക്കി ഇടാം. അപ്പോൾ പുതിയ ഓയിൽ സർവീസുമായിട്ട് ചെയ്യാം. അപ്പോൾ അത് കിലോമീറ്റർ വെച്ചിട്ട് ബാക്കിയത് നമുക്ക് അതിൻ്റെ സർവീസ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിലും കൂടി ചേഞ്ച് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കിടക്കണത് പുതിയ ഫിൽറ്റർ. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററൊന്നും ചെയ്യണ്ട. അപ്പോൾ ഞാൻ ജനറൽ സർവീസിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഏകദേശം നമുക്കിത് വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അമൗണ്ട് ഞാൻ പറയാം. അത് വെച്ചിട്ട് ബാക്കിയത് നമുക്ക് ജനറലായിട്ട് ഇപ്പോൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് നോക്കാം, പ്രശ്നമില്ല. വേറെ എന്തെങ്കിലും അഡീഷണൽ ഉണ്ടോ എന്നുള്ള ദിവസം നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് അഡീഷണൽ പറയാം കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആവുന്നതിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കും. ഓക്കെ.